വിളിച്ചതല്ലേ, ഇതിന്റെ ഒച്ച കറക്റ്റ് അല്ല, അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ഒരു നന്നാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ആ വിരലെടുത്ത് മാറ്റി. ആ വിരല് മാറ്റിയ പിന്നെ ഇതെങ്ങനെ അടിക്കും? അതല്ല, അപ്പുറത്തെ ഇതാ. ആ ഓക്കെ. ഇത് നമ്മുടെ ഈ ഓഫീസിലുണ്ടെങ്കിൽ ഇതൊന്നും കൈകാര്യം ചെയ്തിട്ടില്ലേ, അതാ സംഭവം. സാറേ, അല്ല മന്മത, താനല്ലേ കാസർഗോട്ടുകാരനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? അയാളുടെ അവസ്ഥ ഇപ്പം എന്തായി? സാറേ, അത് എൻ്റെ ഇഷ്ടത്തിന് താമസിപ്പിച്ചതൊന്നുമല്ല. മൊയ്തു സാറിനോട് അനുവാദം മേടിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ആളങ്ങ് പോയി. വേറെ കുഴപ്പക്കാരനൊന്നും എന്തായി പിന്നെന്തായി എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ പറയാം, നമ്മുടെ ഫയലിലേ കാക്കേനെയും പൂച്ചേനെയും തത്തമ്മേനെയും ഒക്കെ വരച്ചു വെച്ചിട്ടാ പുള്ളി പോയത്. ഫയലിലോ? സാറേ, 2 കോഴി വരച്ചിട്ടുണ്ടായിരുന്നു, മുട്ട ഇട്ടിട്ട് നിൽക്കണം. നല്ല വര കേട്ടോ. എന്റെ മന്മത, ഇനി അയാളെങ്ങനെ മീൻ പൊതിയാനെന്ന് പറഞ്ഞിട്ട് ഫയൽ എടുത്തോണ്ട് പോയി കാണൂ? ഉണ്ടാവും സാർ, ഉണ്ടാവും. എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഈ ഫയൽ അന്വേഷിക്കുമ്പോഴേ അറിയുള്ളൂ. മണ്ടോദരി മാഡം, A4 പേപ്പറിൽ എങ്ങനെയാണ് മീൻ പൊതിയണത്? അതുപോലെ നത്തോലി ചെമ്മീനൊക്കെ പൊതിയല്ല. അയ്യോ, ഇപ്പൊ നത്തോലിയുടെ സീസൺ അല്ല, ഇപ്പൊ ചൂര, വാള, വലിയ മീനിന്റെ സീസൺ അല്ലേ. നമസ്കാരം. അല്ല പ്യാരി മെമ്പറേ, ആ പാടത്ത് മീനൊക്കെ കൊണ്ടുപോയിട്ട് ആകെ ചീഞ്ഞ് നാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിനിപ്പോ ശമനം കിട്ടിയോ? ഒന്നും പറയണ്ട സാറേ, ആ പ്രദേശത്തെ ആളുകൾക്ക് മീൻ നാറിയിട്ട് ജീവിക്കാൻ പറ്റാനില്ല എന്ന് പറഞ്ഞ് സംഘം ചേർന്ന് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ പിന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു 125 ലോഡ് ഗ്രാവൽ അടിച്ച് ആ പ്രദേശം അങ്ങോട്ട് നികത്തി മണം പരിഹരിച്ച്. അതെ, കൗൺസിലർമാരായതാ ഇതുപോലെ വേണം, കണ്ട് പഠിക്കണം. ജനങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യല്ലേ? അത്രക്കൊന്നുമില്ല നമ്മുടെ ഒരു ചുമതല. അല്ല സെക്രട്ടറി, നമ്മുടെ പ്രതിരോധ പ്രവർത്തനമൊക്കെ ഉഷാറല്ലേ? സൂപ്പറാണ് സാറേ, സൂപ്പറാണ്. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായമാണ് സാറേ. പ്രതിപക്ഷത്തിന് തീരെ അഭിപ്രായമില്ല. അതെ, തീരെ അഭിപ്രായമില്ല. ഈ പ്രതിപക്ഷത്തിന് നിങ്ങൾ ഉദ്ദേശിച്ചത് നമ്മളെ ശീതളിനെ കുറിച്ചല്ലേ? ഓന്റെ കാര്യം വിട്ടേക്ക്, ഓന് തലയിൽ ആൾ താമസമില്ലല്ലോ. അതില്ല. അത് തന്നെയല്ല, നമ്മുടെ പ്രതിപക്ഷ കൗൺസിലർ സുഗതനില്ലേ, പുള്ളിയുടെ ഡിവിഷനിൽ ഇതുവരെ ജാഗ്രത സമിതി പോലും ചേർന്നിട്ടില്ല. പിന്നെ ആളുകളുടെ ഇടയിൽ പ്രതിഷേധമുണ്ട്. ഇപ്പൊ ഞങ്ങള് എന്ത് ചെയ്താലും കുറ്റം, ഇതൊന്നും കുറ്റമല്ല. കണ്ണുകടി. അല്ല, ചെയർമാന്റെ ഡിവിഷനില് ദുബായിന്ന് ഒരാള് വന്ന വിവരം കിട്ടിയിട്ടും വേണ്ട നടപടി എടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ആരതൊക്കെ പറഞ്ഞുണ്ടാക്കണത്? അതൊക്കെ അറിയിക്കേണ്ടടുത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അറിയിച്ചില്ലേ, ചെയർമാൻ അത് വിളിച്ച് അറിയിച്ചുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ സംഘം ചേർന്ന് അയാളുടെ വീട്ടിലോട്ട് കല്ലെറിഞ്ഞ് അവർ ഓടിച്ചില്ലേ. അവരുടെ ബന്ധുക്കളെയും തേടി പിടിച്ച് എറിഞ്ഞു ഓടിച്ചു. അത് ചെയർമാൻ ഇടപെട്ടോണ്ടല്ലേ. പക്ഷെ അതൊരു ശരിയായ നടപടി അല്ല എന്ന് നമ്മുടെ ശീതളുടെ അഭിപ്രായമുണ്ട്. ശീതളിനുണ്ടാവും. ശീതളിനെ നാളെ എന്ത് വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. സെക്രട്ടറി, നിങ്ങൾ ആ ശീതളിനോടൊന്ന് പോവാൻ പറയുന്നത്. സാറേ, ഇത് ഞങ്ങൾ തുടർഭരണം ഉറപ്പിച്ചതിന്റെ കണ്ണുകടിയാണ് ബഹുമാനിക്കും. ആർക്കാണ് ഇവിടെ കണ്ണടി? ആർക്കവിടെ തുടർഭരണം കിട്ടാൻ പോണേ? ഞങ്ങൾക്ക് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ജനങ്ങളെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീണ്ടും തുടർഭരണം കിട്ടുന്നത്? ഈ മാസ്ക് ഫ്രീ കൊടുത്തത് പിന്നെ ആരാണ്? കൊറോണയും ഫ്രീ കൊടുത്തത് നിങ്ങളല്ലേ? വർത്താനൊന്നും പറയണ്ട. എന്താ ഇപ്പൊ നിങ്ങൾ രണ്ടാൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? എന്തുട്ടി പറഞ്ഞേ? ഇത് പ്രിൻസിപ്പാൾക്ക് എന്താ കോളേജിലെ കാര്യം എന്ന് പറഞ്ഞ പോലെയല്ല. എവിടെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർക്ക് വീട്ടിലടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഞാനും പ്യാരി രാവിലെ തന്നെ ഇവിടെ എത്തിയത്. ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ കൂട്ടം കൂടി വരല്ലേ. സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഒറ്റക്ക് ചെയ്തോളാം. ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു കാര്യം പറയണ്ടേ? എന്താ സെക്രട്ടറിയോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇയാൾ എന്തുട്ട് ഈ പറഞ്ഞേ? സെക്രട്ടറിയോട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് സംസാരിക്കാണ്ടാവും. സെക്രട്ടറി നിങ്ങളുടെ സ്വകാര്യ സ്വത്തൊന്നല്ല. എവിടുന്ന വരണ ഇയാള്? ഞാനും പറയാം, ഈ ഒറ്റയ്ക്ക് പറയണ്ട. അല്ല, ഞാൻ സാർ അങ്ങോട്ട് പോകരുത്. എന്റെ പേരിൽ അടി ഉണ്ടാവണ്ട. ചാവുന്നവര് കസേര കെട്ടിപ്പിടിച്ചിരിക്കാന്ന് നോക്കിയൊന്നും വേണ്ട. കഴിഞ്ഞു, നിങ്ങളുടെ കത്തിക്കല് കഴിഞ്ഞു. അത് നമുക്ക് നോക്കാം. നോക്കാം. 1.5 രൂപയുടെ മാസ്കും കൊടുത്തിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. ഇതൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചേക്കാണ്. ഇനി 10-15 കൊല്ലത്തൊക്കെ നിങ്ങൾ ഉഷ്ണിക്കണ്ട. അതെ, സെക്രട്ടറി കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുട്ടായി കാണിക്കണേ? അല്ല, എന്താ നിങ്ങളുടെ പരിപാടി? എന്താണ്? നിങ്ങൾ ഈ ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് നടക്കണ ഏതൊരു കാസർഗോട്ടുകാരനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. ഇത് ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ പണി കാണിക്കണേ? അതെ,
നിങ്ങളത് സെക്രട്ടറിയോട് ചോദിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ അനുവാദം കൊടുത്തിട്ടാണ് ആ കാസർഗോഡുകാരെ ഇവിടെ താമസിച്ചത്. തന്നെ പറയണേ, നിങ്ങളൊക്കെ തന്നെ ഈ നാടിങ്ങനെ മുടിപ്പിക്കണേ. ഇങ്ങനെ രോഗികളെ വർദ്ധിപ്പിക്കണത്. രോഗികളെ നമ്മൾ വർദ്ധിപ്പിക്കണേ, നമ്മൾ മുറുക്കി പിടിച്ചോണ്ടാണ് നമ്മുടെ നാട്ടിലെ രോഗികൾ കുറവാണ്. അറിയോ? എന്റെ സുഹൃത്തെ, നിങ്ങളുടെ മുറുക്കി പിടുത്തങ്ങളൊക്കെ ഇവിടെ അറിയാം, നാട്ടുകാർക്ക് അറിയാം. അതെ, കുടിക്കാൻ ചായ വേണ്ട 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 ചായ മാഡത്തിന് വേണ്ടല്ലോ. എന്താ നിലം നികത്തിന്ന് പറഞ്ഞിട്ടില്ല, ശരിയാണ്? എൻ്റെ സൂതൻ കൗൺസിലറെ 5 വർഷമായി ഞാനതൊന്ന് നികത്താൻ വേണ്ടി പാടുപറഞ്ഞു. എൻ്റെ പാർട്ടീനെ ഞാൻ ഒതുക്കി വരുമ്പോൾ നിങ്ങളുടെ ആളുകൾ കൊടിയായിട്ട് വരും. അവരെയും പറഞ്ഞ് ഒതുക്കി കഴിയുമ്പോൾ ജനമുളകും. ഇപ്പം ഈ കൊറോണ എനിക്കത് അനുഗ്രഹമായിട്ട് കിട്ടി. ഒരെണ്ണം പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒന്നിനും ഇടപെടണമില്ല. ഞാൻ ആ സ്ഥലം മുഴുവൻ അടിച്ച് നികത്തി ഗ്രാവലിട്ട് നല്ല ഉഗ്രം പൊരയിടാക്കിയിട്ടേക്കുന്നത്. അപ്പൊ ഈ സ്ഥലത്ത് ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കൂലേ? നടക്കും. എന്റെ പെണ്ണുമ്പിളക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ടേ, ഭാഗമായിട്ട് കിട്ടിയതാണ്, നിലാണ്. അതൊന്നും നികത്താൻ പറ്റിയിട്ടില്ല. എന്തിട്ട് ചെയ്യാ? ചെറിയ ചിലവുണ്ട്. സംഭവം നേരത്താ ചിലവൊരു പ്രശ്നമില്ലെന്ന്, സംഭവം നടന്നിട്ടേ മതി. ആ പിന്നെ അതൊന്നും മീറ്റിങ്ങിലൊന്നും വന്ന് വിളിച്ചു പറഞ്ഞേക്കരുത് കേട്ടാ. മനു സാറേ, ഇനി അടുത്ത തവണ മറ്റേ പഴകിയ മീൻ പിടിക്കുമ്പോഴേ കൗൺസിലർ പറയണ ആ ഭൂമിയിൽ കൊണ്ട് അടിച്ചിട്ടായിരിക്കും. അത് അങ്ങനെ എപ്പോഴെപ്പോഴും പഴകിയ മീനൊന്നും വരാറില്ലല്ലോ. സാർ അങ്ങനെ വരണോന്നില്ലല്ലോ. സാറ് പിടിച്ചിട്ട് പഴയതാണെന്ന് പറഞ്ഞാൽ അതായല്ലോ. നിങ്ങൾ ഈ ജാതി ഷോ കാണിച്ചിട്ട് തന്നെയാണ് എന്നും ഇവിടെ ആരാന്റെ ഷോ കാണിച്ചത്? ജാതി വർത്താനം ഇവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഷോ എന്ന് പറയുന്നത്. ഇതിന് സാമൂഹ്യ പ്രവർത്തനം എന്നല്ല പറയുന്നത്, സാമൂഹ്യ പ്രവർത്തനം അല്ലത്. നിങ്ങൾ അതൊന്നും പറയണ്ട. നിങ്ങളുടെ കുറച്ച് ആൾക്കാരുണ്ടാവും, അല്ലാണ്ടെന്താ? അല്ലാതെ നാട്ടുകാരെടുത്ത് സുഹൃത്തെ, നിങ്ങൾ എന്താ പ്രവർത്തിക്കണം എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയണ്ടേ. ഞങ്ങൾ ആരും പൊട്ടന്മാരൊന്നല്ല. ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ വോയിസ് ഉണ്ട്, നിങ്ങൾ പറഞ്ഞ ഒരു കുഴപ്പമില്ല. ആൾക്കാർ പിന്നെ പുതുമയുള്ള പോലെയാണ്, അതൊന്നും നടക്കാൻ പോണില്ല. എന്തുട്ടി പറയണേ, ഒരു കുഴപ്പമില്ലെന്നേ. താൻ ഒറ്റ കാരണം ഞാൻ സെക്രട്ടറി അല്ലേ? ഞാനെന്ത് ചെയ്തു? നിങ്ങൾക്കൊന്ന് പിടിച്ചൂടെ? രണ്ടാൾക്കാർ തല്ലുടുമ്പോ നോക്കി നിൽക്കാണ്, മനുഷ്യനല്ല. അത് ശരിയാ. അതെ, 2 ചെന്നായ്ക്കൾ തമ്മിൽ അല്ല 2 ചെന്നായ്ക്കൾ തമ്മിൽ തല്ലുകൂടുന്ന സമയത്ത് ഒരു ആട്ടുംകുട്ടി കൊണ്ടുപോയിട്ട് വെറുതെ തലവെക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നാട്ടിലെ മഹാമാരി പടർന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കടിപിടി കൂടാതെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ നഷ്ടം ജനങ്ങൾക്കല്ലേ? കണ്ട, ഒരു കൂട്ടര് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് പരാക്രമം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ കൂട്ടര് ഇവരെന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭൂതക്കണ്ണാടി പിടിച്ചോണ്ട് നടക്കുക, കുറ്റം കണ്ടുപിടിക്കാൻ. എൻ്റെ പൊന്നു നേതാക്കന്മാര്, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമെങ്കിൽ മനുഷ്യരുണ്ടാവില്ല ഭൂമിയിൽ, നിങ്ങൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സമയത്തെങ്കിലും നിങ്ങൾ രാഷ്ട്രീയമൊക്കെ ഒന്ന് മറന്ന് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഒരുമിച്ച് നിൽക്ക് പ്ലീസ്.